പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളി സ്റ്റോറീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവരും വളർന്നവരും അതുപോലെ സമ്പന്നതയിൽ ജനിച്ചവരും വളർന്നവരും ഒക്കെ ഉണ്ടല്ലോ. നാം ജനിക്കുന്നതും വളരുന്നതും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല. നമ്മൾ പാവപ്പെട്ടവരായി ജനിക്കുന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശകരമായ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. ദൈവം നമ്മെ അത്തരം ഒരു സാഹചര്യത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാവങ്ങളാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും സാമ്പത്തികമായി ശേഷിയില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു വളരാനാണ് നാം ശ്രമിക്കേണ്ടത്. കൂടെ ദൈവത്തോട് നമ്മെ സമ്പന്നനാക്കാൻ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ നാം ആകേണ്ടത് അതുപോലെ ആക്കി തീർക്കാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയും വേണം. അങ്ങനെ രക്ഷപ്പെട്ട ഒരു ബാലൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വിദൂരസ്ഥിതമായ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ ശംഖു എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കൊച്ചു കുട്ടിയൊന്നുമല്ല കേട്ടോ. ഒരു 12-13 വയസ്സുള്ള ഒരു ചെറുക്കൻ. അവന് രക്ഷിതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയിരുന്നു. പൊളിഞ്ഞു വീഴാറായ ഒരു കുടിലിലാണ് എല്ലായ്പ്പോഴും അവൻ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്നത്. അവന് പ്രത്യേകമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അതവൻ ചെയ്യും. അധികവും അവന് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തിയുടെയോ അതല്ലെങ്കിൽ ആശാരിപ്പണിക്കാരൻ്റെയോ ജോലിയായിരുന്നു. ഈ വീട് നിർമ്മാണത്തിന് പലരും കോൺക്രീറ്റ് കൂട്ടാനും അതുപോലെ അക്കാലത്തൊന്നും കോൺക്രീറ്റും സിമെൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് മണ്ണ് കുഴക്കാനും മറ്റും അവനെ വിളിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയാൽ അവൻ ജോലിക്ക് പോകും. അവന് ആ ജോലിയൊക്കെ അറിയാമായിരുന്നു. ആരെങ്കിലും ജോലി കഴിഞ്ഞ് വല്ലതും കൊടുത്താൽ സ്വീകരിക്കും. തനിക്ക് കിട്ടിയ പ്രതിഫലം കുറഞ്ഞു പോയി എന്ന് അവൻ ഒരിക്കലും ആരോടും പരാതി പറയില്ല. ആളുകൾക്ക് തോന്നും പോലെയാണ് അവന് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മതി എന്നോർത്ത് അവൻ തൃപ്തനായിരുന്നു. പക്ഷേ നല്ല ഭക്ഷണമോ വസ്ത്രമോ ഒന്നും തന്നെ ശംഖുവിന് ഉണ്ടായിരുന്നില്ല. സമ്പന്നരായ ആളുകൾക്കുണ്ടായിരുന്നത് പോലെയുള്ള ഭക്ഷണവും വസ്ത്രവും ഉണ്ടാകണമെന്ന് അവൻ ഒരുപാട് കൊതിച്ചു. പക്ഷേ ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം നയിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. വലിയ ആഡംബരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ജീവിതം തനിക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് അവൻ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അന്നേ ദിവസത്തേക്കുള്ള ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശംഖു ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. വൈകുന്നേരം വരെയും അവന് യാതൊരു ജോലിയും ലഭിച്ചില്ല. ഏകദേശം സന്ധ്യയോടടുക്കുന്ന സമയത്ത് അവിടം വിട്ടു പോകാൻ തുടങ്ങുമ്പോൾ ഒരാൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. അയാൾ തൻ്റെ അടുത്തെത്തുന്നത് വരെ അവൻ അവിടെ കാത്തു നിന്നു. അയാൾ വളരെ വിചിത്രനായ ഒരു മനുഷ്യനായിരുന്നു. വളരെ വലിയ കൂർത്ത ഒരു തൊപ്പി അയാളുടെ തലയിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. നരച്ച് ഇരുണ്ട അയാളുടെ മേൽക്കുപ്പായം മുട്ടോളം എത്തുന്നുണ്ടായിരുന്നു. അയാളുടെ കറുത്ത ട്രൗസറിൻ്റെ പല ഭാഗവും കീറിപ്പറഞ്ഞതായിരുന്നു. നീണ്ട ഒരു വടിയും അയാൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ ആ അപരിചിതന് എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ട് എന്ന് നമ്മുടെ ശംഖുവിന് തോന്നി. കീറിപ്പറഞ്ഞ സഞ്ചിയിൽ നിന്ന് ഒരു ജോഡി ചെരുപ്പുകൾ പുറത്തെടുത്തിട്ട് അയാൾ ശംഖുവിനോട് പറഞ്ഞു, എനിക്ക് ഈ ചെരുപ്പുകൾ തയ്ച്ച് മിനുക്കി തരണം. നാളെ വൈകുന്നേരത്തോടെ ഞാൻ മടങ്ങി വരും. അയാൾ വരുമ്പോൾ ഞാൻ വരുന്ന സമയത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു. ശംഖു അത് സമ്മതിക്കുകയും അവന് ചെറിയൊരു തുക അഡ്വാൻസായി കിട്ടുകയും ചെയ്തു. ജോലി വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന് വേണ്ടി അവൻ ആ ചെരുപ്പുകളും എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തോ ഒരു ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തോടു കൂടി ശംഖു
ആ ചെരുപ്പുകൾ എടുത്ത് ധരിച്ചു. അവന് സ്വന്തം ചെരുപ്പുണ്ടായിരുന്നില്ല കാലിൽ, അതുകൊണ്ടാണ് അവന് അത് ധരിക്കാൻ തോന്നിയതും എടുത്ത് ധരിച്ചതും. ഏകദേശം ഈ സമയത്ത് അവൻ വളരെയധികം വിശപ്പ് അനുഭവപ്പെടുകയും ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കാശ് കൊടുക്കാതെ ഭക്ഷണം ലഭിച്ചെങ്കിൽ എന്ന് അവൻ ആശിക്കുകയും ചെയ്തു. അപ്പോൾ ചെരുപ്പുകൾ നേരെ പട്ടണത്തിലേക്ക് നടന്ന് വളരെ ആഡംബരാത്മകമായ ഒരു ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ കയ്യിലുള്ള ഈ ചെരുപ്പ് എന്തോ അത്ഭുത ശക്തിയുണ്ട് എന്ന് അവന് തോന്നി. തൻ്റെ കയ്യിലാണെങ്കിൽ ആ അപരിചിതൻ നൽകിയ ചെറിയ കാശ് മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് ശംഖു ആകെ ഭയന്നു പോയി. എന്നാൽ അദൃശ്യമായ ഏതോ ശക്തി അവനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ വയറ് നിറച്ച് കണ്ടതെല്ലാം എടുത്ത് കഴിച്ചു. പിന്നീട് ആ ചെരുപ്പുകൾ പണം സ്വീകരിക്കുന്ന കൗണ്ടറിനടുത്ത് പോലും നിൽക്കാതെ നേരെ പുറത്തേക്ക് നടന്നു. തന്നിൽ നിന്നും പണം കിട്ടുന്നതിന് വേണ്ടി ആരും തന്നെ തടയുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ശംഖു ആകെ പരിഭ്രമിച്ചു പോയി. അപ്പോഴാണ് അവന് ഒരത്ഭുതം മനസ്സിലായത്. ഈ ചെരുപ്പ് ധരിച്ചാൽ തന്നെ ആരും കാണില്ല, ആരും അവനെ ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ മാത്രമാണ് ഈ ചെരുപ്പുകളുടെ അത്ഭുത ശക്തിയും അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനവും അവന് ബോധ്യമാകുന്നത്. വീട്ടിലെത്തിയ ഉടനെ ശംഖു ആ ചെരുപ്പുകളെ വീണ്ടും തയ്ക്കുകയും അവയെ മിനുസപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അവയെ ഒരു അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. അതായത് തൻ്റെ കയ്യിൽ ചെരുപ്പ് ഏൽപ്പിച്ച ആൾ എന്നെങ്കിലും വരും, അപ്പോൾ കൊടുക്കാമെന്നാണ് അവൻ കരുതിയത്. അടുത്ത ദിവസം അവൻ ആ ചെരുപ്പുമായി താൻ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ ചെരുപ്പിൻ്റെ ഉടമയെ കാത്തിരുന്നു. എന്നാൽ അയാൾ വന്നതേയില്ല. ഓരോ ദിവസവും അങ്ങനെ പോയെങ്കിലും അയാൾ അവൻ്റെ അടുക്കലേക്ക് വന്നേയില്ല. ആ ചെരുപ്പുകൾ മാന്ത്രിക ശക്തിയുള്ളതാണെന്നും തനിക്ക് ഒരു മാന്ത്രികൻ സമ്മാനമായത് നൽകിയതാണെന്നും ശംഖുവിന് മനസ്സിലായി. അന്ന് മുതൽ ശംഖു ആ ചെരുപ്പുകളുടെ സഹായം കൊണ്ട് വളരെ ആഡംബരത്തോടെ ജീവിച്ചു, സമ്പന്നനായി. ഇതാണ് മാന്ത്രിക ചെരുപ്പുകളുടെ കഥ. കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.